നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അരിക്കൊമ്പനെ ആരും മറന്നിട്ടുണ്ടാകില്ല. ഇന്നലെ വയനാട്ടിൽ റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയെ കണ്ടപ്പോൾ അരിക്കൊമ്പനാണെന്ന് ആദ്യം തെറ്റിദ്ധരിച്ചു. അവസാനം കാടിളക്കിയ തണ്ണീർക്കൊമ്പനാണെന്ന് ബോധ്യമായി. 17.5 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിൽ തണ്ണീർക്കൊമ്പൻ കർണാടകയിലെത്തി. വയനാട് അതിർത്തി കഴിഞ്ഞ് കർണാടക വനം വകുപ്പിന്റെ ബന്ദിപുരയിലുള്ള ആന ക്യാമ്പിലെ കൂട്ടിലേക്കാണ് തണ്ണീർക്കൊമ്പനെ മാറ്റിയിരിക്കുന്നത്. ആന പൂർണ്ണ ആരോഗ്യവാനാണെന്ന് വനം വകുപ്പ് അറിയിച്ചു. ഇന്നലെ പുലർച്ചെ മുതൽ വയനാട്ടിലെ മാനന്തവാടി നഗരത്തിലിറങ്ങിയ തണ്ണീർക്കൊമ്പൻ എന്ന പേരുള്ള കാട്ടാനയെ രാത്രിയോടെയാണ് മയക്കുവെടി വെച്ച് പിടികൂടാനായത്. തുടർന്ന് എലിഫന്റ് ആംബുലൻസിൽ കർണാടകത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം തണ്ണീർക്കൊമ്പനെ ഇന്ന് തന്നെ കാട്ടിലേക്ക് തുറന്നുവിട്ടേക്കും. ബന്ദിപുരിൽ എത്തിച്ച ശേഷം ഇന്നലെ രാത്രി തന്നെ ആനയെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ദൌത്യത്തിനായി മാനന്തവാടിയിലെ ജനങ്ങളെല്ലാം നന്നായി സഹകരിച്ചുവെന്നും എല്ലാവർക്കും നന്ദിയുണ്ടെന്നും നോർത്ത് വയനാട് DFO മാർട്ടിൻ ലോവർ പറഞ്ഞിരുന്നു. തണ്ണീർക്കൊമ്പൻ ദൌത്യം വിജയമാവുകയായിരുന്നുവെന്നും ഒരു പ്രദേശത്താകെ മുൾമുനയിൽ നിർത്തിയ തണ്ണീർക്കൊമ്പനെ രാത്രി 10 മണിയോടുകൂടിയാണ് കുങ്കിയാനകളുടെ സഹായത്തോടുകൂടി ആനയെ എലിഫന്റ് ആംബുലൻസിലേക്ക് കയറ്റിയത്. കർണാടകയിലെ രാമപുരത്തെ ക്യാമ്പിലേക്ക് ആനയെ കൊണ്ടുപോയി 5:35 ആനയെ മയക്കുവെടി വെച്ചിരുന്നു. ആനയുടെ ഇടത് കാലിന്റെ ഒരു ഭാഗത്തായി വീക്കം കാണാനുണ്ട്. ഇത് പരിക്കാണോ എന്ന് സംശയമുണ്ട്. അതിനാൽ ആന ക്യാമ്പിലെത്തി 2 ദിവസം വിദഗ്ധ ചികിത്സ നൽകാനാണ് തീരുമാനം. വെറ്റിനറി സർജൻമാരെത്തി ആനയെ വിശദമായി തന്നെ പരിശോധിക്കുമെന്നും ഫീൽഡ് ഡയറക്ടർ വ്യക്തമാക്കി. ആനയുടെ ആരോഗ്യം തൃപ്തികരമാണെന്ന് ഉറപ്പുവരുത്തി 2 ദിവസത്തിന് ശേഷം ആനയെ കാട്ടിലേക്ക് തുറന്നുവിടുമെന്നും ബന്ദിപ്പൂർ ഫീൽഡ് ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട്. 20 വയസ്സിന് താഴെ പ്രായമുള്ള കൊമ്പൻ കർണാടക വനമേഖലയിൽ നിന്നുമാണ് വയനാട്ടിലെത്തിയത്. ഹാസൻ ഡിവിഷൻ കീഴിൽ ഇക്കഴിഞ്ഞ ജനുവരി 16-ന് മയക്കുവെടി വെച്ച് പിടികൂടിയ റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടിൽ വിടുകയായിരുന്നു. പതിവായി കാപ്പിത്തോട്ടത്തിൽ ഇറങ്ങി ഭീതി പരത്തിയിരുന്ന കാട്ടാന ഇതുവരെയും ആരെയും ഉപദ്രവിച്ചതായി വിവരവുമില്ല. എങ്കിലും ഹാസൻ ഡിവിഷനിലെ ജനവാസ മേഖലയിൽ പതിവായി എത്തി ഭീകരത പരത്തിയിരുന്നു. മറ്റൊരു കൊമ്പനാനയുടെയും ഓഴയാനയുടെയും ഒപ്പമായിരുന്നു കൊമ്പൻ ഹാസനയിലെ കാപ്പിത്തോട്ടത്തിൽ വിഹരിച്ചിരുന്നത്. അവസാനം വയനാട്ടിലും എത്തി. ശ്രമകരമായ 17 മണിക്കൂർ അവസാനം തണ്ണീർക്കൊമ്പനെ വനം വകുപ്പ് പിടികൂടി. വയനാട് മാനന്തവാടിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന തണ്ണീർക്കൊമ്പനെ മയക്കുവെടി വെച്ചാണ് പിടികൂടിയത്. മയക്കത്തിലേക്ക് വഴുതി വീണ കൊമ്പനെ കുങ്കിയാനകളെ ഉപയോഗിച്ച് ലോറിയിൽ കയറ്റുകയായിരുന്നു. ആനയെ കാടുകയറ്റാനുള്ള ശ്രമങ്ങൾ വിജയിച്ചില്ല എങ്കിൽ മയക്കുവെടി വെക്കാമെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവ് ഇറക്കിയിരുന്നു. 2 തവണ മയക്കുവെടിയേറ്റ കൊമ്പൻ അബോധാവസ്ഥയിലായതോടുകൂടി കുങ്കിയാനകൾ കൊമ്പനെ ലോറിയിലേക്ക് തള്ളിക്കയറ്റുകയായിരുന്നു. കോന്നി സുരേന്ദ്രനാണ് തണ്ണീർക്കൊമ്പനെ വരുതിയിലാക്കാൻ മുന്നിൽ നിന്നത്. ആനയെ മയക്കുവെടി വെക്കാനുള്ള ആദ്യ ശ്രമം പരാജയപ്പെട്ടിരുന്നു. 2ാം തവണ വെടിയേറ്റു. പിന്നീട് ബൂസ്റ്റർ ഡോസും നൽകി. 2 മണ്ണുമാന്തി യന്ത്രങ്ങൾ സ്ഥലത്തെത്തിച്ച് ആനയെ ലോറിയിലേക്ക് കയറ്റാനുള്ള വഴിയൊരുക്കി. മയക്കുവെടിയേറ്റ് നിന്ന സ്ഥലത്ത് നിന്ന് വടം കെട്ടി വലിച്ചാണ് കുങ്കിയാനകൾ കൊമ്പനെ പുറത്തെത്തിച്ചത്. അരിക്കൊമ്പൻ ദൌത്യത്തിന് വനംവകുപ്പിന്റെ വജ്രായുധങ്ങളായ വിക്രമനും സൂര്യനുമാണ് കോന്നി സുരേന്ദ്രനൊപ്പം തണ്ണീർക്കൊമ്പനെ വരുതിയിലാക്കാൻ കളത്തിലിറങ്ങിയത്.